നമസ്കാരം പ്രിയപ്പെട്ടവരെ. വി.ഡി. സതീശൻ സർക്കാർ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ വിവരങ്ങൾ ലോകത്തെ അറിയിക്കുന്ന ധവളപത്രമാണ്. ഈ ധവളപത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായ സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലൈനർ എന്ന നിലയിൽ കൃത്യമായി അവതരിപ്പിക്കുന്ന രേഖയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ മുഖ്യം, ഭാവനയോ ഊഹാപോഹങ്ങളോ അല്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ എന്നറിയാൻ കാത്തിരുന്ന മലയാളികൾ ആശങ്കയോടെ ആകാംക്ഷയോടെ ധവളപത്രത്തിലൂടെ ഓടി നടന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ ധവളപത്രത്തിലെ കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഭാഗം മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെന്താണ് വി.ഡി. സതീശൻ്റെ കയ്യിലുള്ള പരിഹാരമെന്നും എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന 5 വർഷം ഈ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കുന്നതെന്നുമൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കാം. മാത്രമല്ല, ധവളപത്രത്തെക്കുറിച്ച് വിശദമായൊരു ചർച്ച സാമ്പത്തിക വിദഗ്ധനായ രഞ്ജിത്ത് കാർത്തികേയനുമായി ഞാൻ ഇന്ന് സംഘടിപ്പിക്കുന്നത് വൈകുന്നേരത്തിനകം മറുനാടൻ സ്പെഷ്യലിൽ ആഡ് ചെയ്യുന്നുമുണ്ട്. 10 വർഷം കൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയനും അദ്ദേഹത്തിന് പണിയറിയാത്ത മന്ത്രിമാരും നുണയുടെ ഗോപുരം സൃഷ്ടിച്ച് ഈ നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയത് എന്ന് ഇതിൽ വിശദീകരിക്കുകയാണ്. നമ്മുടെ നികുതി പണം ധൂർത്തടിച്ച് നുണയുടെ ദന്തഗോപുരത്തിനുള്ളിൽ താമസിച്ച വിജയനെയും കൂട്ടരെയും പൊതുജനങ്ങൾ 1 മാസത്തിനു മുൻപ് തന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തിയിരുന്നു. എന്നാൽ എന്തുതരം നുണയുടെ കൊട്ടാരമാണ് അവർ കെട്ടിയുണ്ടാക്കി നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അടിമ സഖാക്കളെ പറ്റിക്കുന്നത് എന്ന് ഈ ധവളപത്രം വ്യക്തമാക്കുന്നു. ധവളപത്രത്തിലെ കണക്കുകളെ പ്രതിരോധിക്കാനാവാതെ ധനമന്ത്രിയും പിണറായിയും 6 ലക്ഷം കോടി എന്ന് പറഞ്ഞിട്ട് 5,07,000 കോടിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത് തന്നെ ഈ ധവളപത്രത്തിൻ്റെ അംഗീകാരമായി മാറുന്നു. കലിപൂണ്ട പിണറായി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞതുപോലും ഈ നുണയുടെ കൊട്ടാരം തകർന്നു വീണത് കണ്ട് ക്ഷോഭമടക്കാൻ കഴിയാതെയാണ്. 6,322 കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ട് എന്നാണ് ബാലഗോപാലും പിണറായിയും ആവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് ഇത് തെളിയിക്കുന്നു. സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്രയും തുക ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ആ തുകയിലെ സിംഹഭാഗവും തീർന്നുപോയി. സ്വാഭാവികമായ ചെലവുകൾക്ക് 2,212 കോടി രൂപയായിരുന്നു വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഖജനാവ് പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല അതിൻ്റെ രസം. ഈ 2,212 കോടി രൂപ ഖജനാവിൽ ഉള്ളപ്പോൾ അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടതായി ബാക്കിയുള്ളത് 48,733 കോടിയായിരുന്നു. അതായത് ഏതാണ്ട് 50,000 കോടി രൂപ കൊടുക്കാൻ ബാക്കിയുള്ളപ്പോൾ കയ്യിലിരിക്കുന്ന 2,000 കോടിയുടെ കണക്ക് പറഞ്ഞാണ് ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചത്. പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കി വെച്ച് തീർക്കേണ്ട ഈ 50,000 കോടി കണ്ടെത്തിയിട്ട് വേണം വി.ഡി. സതീശനും മന്ത്രിമാർക്കും ഇനിയുള്ള 5 വർഷം ഭരിക്കാൻ. ഈ 48,733 കോടിയിൽ 21,690 കോടി രൂപയും ഈ വർഷം തന്നെ കണ്ടെത്തണം. നോക്കൂ, ഇതാണ് അതിൻ്റെ അവസ്ഥ. 50,000 കോടിയോളം രൂപ ഉടനടി കൊടുത്തു തീർക്കാനുണ്ട്. ഇതിലേതാണ്ട് 22,000 കോടി ഈ വർഷം തന്നെ കൊടുക്കണം. കൊടുക്കാനുള്ള പണം ഏതൊക്കെയാണെന്ന് നോക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA കുടിശ്ശിക 21,670 കോടി രൂപ, DR കുടിശ്ശിക 14,387 കോടി രൂപ, അതായത് 36,057 കോടി രൂപ. ഈ 36,057 കോടി രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിട്ടാണ് സർക്കാർ ഇറങ്ങിപ്പോയത്. അതിൻ്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് നേടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ കൊടുത്തില്ല. പക്ഷെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയപ്പോൾ കൊടുക്കേണ്ട ബാധ്യത പുതിയ സർക്കാരിന് വന്നു. അതായത് പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് നേടാൻ വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ടും കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയ ബാധ്യത ഇനി വി.ഡി. സതീശൻ തീർക്കണം. കരാറുകാർക്ക് 3,431 കോടി രൂപ എന്ന് വെച്ചാൽ കെട്ടുതാലി പണയം വെച്ച് വരെ നമ്മുടെ നാട്ടിലെ ചെറുകിട കരാറുകാർ സർക്കാർ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. അവർക്ക് പണം കൊടുക്കാൻ കിടക്കുന്നത് 3,500 കോടി രൂപ. അവർ റോഡ് പണിതതിനും കുടിവെള്ളമുണ്ടാക്കിയതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരിനെ വിശ്വസിച്ച് ചെയ്തതിന് അവർക്ക് കൊടുക്കാനുള്ള പണമാണ് 3,431 കോടി രൂപ. ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ചെയ്യിപ്പിച്ചത് പിണറായി അല്ല, സർക്കാരാണ്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടകളിലും മറ്റും അവശ്യ സാധനങ്ങൾ സപ്ലൈ ചെയ്തതിന് അവർ സാധനം വാങ്ങി കൊടുത്തതാണ്. അവർ കടം വാങ്ങി ഇത്രയും സാധനങ്ങൾ വാങ്ങി മനുഷ്യർക്ക് കൊടുക്കുന്നു. അതിന് സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള പണം 2,893 കോടിയാണ്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തില്ലെങ്കിൽ
സപ്ലൈകോ പൂട്ടിപ്പോവും. കരാറുകാർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കിയ വകയിൽ കൊടുത്തു തീർക്കാനുള്ള 2017 കോടി രൂപ. ഇതൊക്കെ ചെയ്തവർ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പണമാണ്, അവർക്ക് സർക്കാർ കൊടുക്കാനുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കിയ വകയിൽ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള 1982 കോടി രൂപ. UGCയുടെ DA ഉണ്ട്, UGC നൽകിയ പണമാണ് 1500 കോടി രൂപ. സർക്കാർ അധ്യാപകർക്കും മറ്റും കൊടുത്തിട്ടില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വിതരണം ചെയ്ത വകയിൽ 476 കോടി രൂപ കൊടുക്കാനുണ്ട്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക 377 കോടി കൊടുക്കാനുണ്ട്. പാവപ്പെട്ട പിള്ളേരാണ്, അവർക്ക് സർക്കാർ കൊടുക്കാനുണ്ട്. ഇങ്ങനെ 21,670 കോടി രൂപ ഈ വർഷം തന്നെ സർക്കാർ കൊടുത്തേ മതിയാവൂ. ഇത് പിണറായി കൊടുക്കേണ്ടതായിരുന്നു. ഈ പറയുന്നതൊക്കെ കുടിശ്ശികയുടെ കണക്കാണ്. ഒരു മാസം ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം സർക്കാർ 11,000 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് മുമ്പോട്ട് പോവാൻ. അതായത് പുതിയ സർക്കാർ വന്നു, വരുമാനമൊന്നുമില്ല, കുടിശ്ശിക ബാക്കി കിടക്കുന്നു, പക്ഷെ ദൈനംദിന ചെലവുകൾ നടത്തണമല്ലോ. അത് ഇതിന്റെ പിറകെയാണ്. ഇനി നമ്മൾ ധവളപത്രത്തിൽ പരിശോധിക്കേണ്ടത് ആകെ പൊതുകടത്തെക്കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കേട്ടു 5,07,000 കോടി രൂപയെന്ന്. ഈ ലക്ഷം കോടിയുടെ വിലയൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓരോ മലയാളിക്കും ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഈ 5.07 കോടി രൂപ ഉണ്ടായത് എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കണം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിഞ്ഞു പോകുമ്പോൾ ആകെയുള്ള പൊതുകടം 1,57,000 കോടിയായിരുന്നു. എന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ 59 വർഷം കേരളം ഭരിച്ചവർ ആകെ ഉണ്ടാക്കിയ ബാധ്യത 1,57,000 കോടിയായിരുന്നെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കൂടി 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കി. ഏതാണ്ട് 3.5 ലക്ഷം കോടി അധിക ബാധ്യത ഉണ്ടാക്കി. പൊതുകടം 5,07,000 കോടിയാക്കി. 3.5 ലക്ഷം കോടി രൂപ അധിക ബാധ്യത ഉണ്ടാക്കിയെങ്കിൽ അതിനർത്ഥം പിണറായിക്ക് ഭരിക്കാനേ അറിയാമായിരുന്നില്ല, ധൂർത്തനായ ഒരു കാരണവരായിരുന്നു. തറവാടിൻ്റെ മൂലക്കല്ല് വരെ ഇളക്കി വിറ്റ് ധൂർത്തടിച്ചു. തറവാട് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒരുക്കി എന്നല്ലേ. ഈ 3.5 ലക്ഷത്തോളം അധികം ബാധ്യതയാക്കുമ്പോൾ നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നറിയാമോ? പലിശ കൂടി വരും. അതുകൊണ്ടാണ് ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്ന്. ആകെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. അതിൽ 77,000 രൂപയും ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കണം. പലിശയാണ്, മുതലല്ല. ബാക്കി 33 രൂപ കൊണ്ട് വേണം കുടുംബം നടത്താൻ, ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ. അതായത് പിണറായി വിജയൻ പെരിയയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ കൊലപാതകങ്ങളെ രക്ഷിക്കാനും മകളുടെ മാസപ്പടി കേസിൽ നിന്നും തലയൂരാനുമൊക്കെ ചെലവഴിച്ച കോടികൾ നമുക്ക് അധിക ബാധ്യത വരുത്തുന്ന കടമെടുപ്പിൽ നിന്നാണ്. കടമെടുത്താണല്ലോ സർക്കാർ മുമ്പോട്ട് പോയത്. ഈ കടമെടുത്ത പണമൊക്കെ 10, 15, 20, 25 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് പലിശ മാത്രം അടച്ചാൽ മതി. കടബാധ്യതകൾ വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിൽ വയ്ക്കാം. ആദ്യ കാലഘട്ടത്തിൽ പിണറായി എടുത്ത കടബാധ്യതകളെല്ലാം മുഴുവൻ തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഇന്ന് VD സതീശന് വന്നു. ഇനി എന്തിനാണ് ഈ കടം വാങ്ങുന്നത് എന്ന് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ 77% ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കാനാണെന്ന്. പലിശ കടം വാങ്ങുന്നതിന് ബാധ്യതയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ പെൻഷനും ശമ്പളത്തിനുമാണ് 77% എന്ന് പറയേണ്ടി വരും. അന്ന് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ കടം വാങ്ങുന്നത്, അല്ലെങ്കിൽ കടം വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് കൂടെ തന്നെ പലിശ ബാധ്യതയും ചേർത്താൽ ഇത് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ബാധ്യതയായി മാറുന്നു. സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 1.2% പേർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. 2019 ഔദ്യോഗിക ടേബിളാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ കണക്കിൽ പറയുന്നു ആകെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരുടെ എണ്ണം 5,12,639 ആണ്. ഇതിൽ 3,77,065 പേർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും 1,38,574 പേർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകരുമാണ്. അതായത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്. ഈ രണ്ടു കൂട്ടരും ചേർന്നാണ് 5,12,639 പേരുള്ളത്. ഇവർ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 1.2%. അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ 77% ഈ നാട്ടിലെ 1.2% ആളുകളെ തീറ്റിപ്പോറ്റാൻ ഉപയോഗിക്കുന്നു ഈ സർക്കാർ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ 1 രൂപയുടെ പ്രയോജനം 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. വികസന പദ്ധതികൾക്ക് ചെയ്യാൻ പണമില്ല. മൂലധന നിക്ഷേപത്തിന് വേണ്ടി ആകെ പണം മുടക്കിയിരിക്കുന്നത് 1.3% മാത്രമാണ്. എന്ത് മൂലധനം?
ഇവിടെ റോഡ് പണിതത് മോദിയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് വിഴിഞ്ഞമാവട്ടെ, കണ്ണൂർ എയർപോർട്ട് ആവട്ടെ, കൊച്ചി മെട്രോ ആയിട്ട് ഇതൊക്കെ പണിതത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ എന്തു പദ്ധതിയാണ് ഇവർ കൊണ്ടുവന്നത്? ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. ഇവർ പണം കടം വാങ്ങി ദൂർത്തടിച്ചു, ചാർച്ചക്കാർക്ക് കൊടുത്തു, പൊണ്ടാട്ടിമാരെ ജോലിയിൽ കയറ്റി അവർക്ക് ശമ്പളം കൊടുത്തു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും ശമ്പളം കൊടുത്തു. ഇതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ കിഫ്ബിയുടെ തലയിൽ ചാരി കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ഫ്ലെക്സ് ബോർഡുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടത്തി. കേരളത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% പൊതുകടം എന്ന് കണക്കിൽ പറയുന്നു. 2015-16 ആകെ വരുമാനത്തിന്റെ 69.5% സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിഹിതമെങ്കിൽ ഇപ്പോൾ അത് 77% കൂടി. ദേശീയ ശരാശരി 39.3 നിന്നും 46.4 ഉയർന്നപ്പോൾ, അതായത് ആകെ വരുമാനത്തിന് പകുതിയിൽ താഴെ മാത്രം ഉദ്യോഗസ്ഥ ശമ്പളത്തിനും പെൻഷനും വേണ്ടി നീക്കിവെക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ 3/4 ഇതിനിവിടെ ചെലവഴിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്നതാണ് ധവളപത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ. ഇതിനെ എങ്ങനെ വി ഡി സതീശൻ അതിജീവിക്കും എന്നത് തന്നെയാണ് നിർണായകമായ ചോദ്യം. ഇത്രയും വലിയൊരു നാശത്തിലേക്ക് ഇവർ എങ്ങനെ നാടിനെ നയിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിണറായിയെ മന്ത്രിമാരെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി വി ഡി സതീശൻ പതിയെ ഏറ്റെടുത്താലേ ഈ ദൗത്യം പൂർത്തിയാവൂ. വി ഡി സതീശൻ്റെ ഞെട്ടിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കേൾക്കാം.